മിസ്റ്റർ ടെക് ഇലക്ട്രോണിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഹാം റേഡിയോ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ അതിൽ പല മോഡുകളും ഉപയോഗിക്കുന്നു. അതിലൊന്നാണ് CW അല്ലെങ്കിൽ കണ്ടിന്യൂസ് വേവ്. മോർസ് കോഡ് എന്ന പ്രത്യേകതരം കോഡ് ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ CWയിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. റേഡിയോ ട്രാൻസ്മിറ്ററിലെ ഓസിലേറ്ററിനെ ഓണാക്കിയും ഓഫാക്കിയുമാണ് ഇത് സാധ്യമാകുന്നത്. ഇങ്ങനെ ഓണാക്കാനും ഓഫാക്കാനും പ്രത്യേകതരം കീകൾ ഉപയോഗിക്കുന്നു. ഇതിനെ മോർസ് കോഡ് കീ എന്ന് വിളിക്കുന്നു. ഇന്നത്തെ ഈ വീഡിയോയിൽ എങ്ങനെ നമുക്ക് ഒരു മോർസ് കോഡ് കീ ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. പറ്റുമെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എനേബിൾ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ട്സ്, ഇതാണ് മോർസ് കോഡ് കീ ഉണ്ടാക്കാൻ ഞാൻ എടുത്തിരിക്കുന്ന ഭാഗങ്ങൾ. ഇത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് മൾട്ടിവുഡ് കൊണ്ടാണ്. ഇതിന് അളവും കാര്യങ്ങളും ഒന്നുമില്ല. ഇഷ്ടപ്പെട്ട സൈസിൽ നിങ്ങളുടെ റിക്വയർമെൻറ്റിനനുസരിച്ച് മൾട്ടിവുഡിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അലുമിനിയം, സ്റ്റീൽ പാത്രങ്ങളിലെ അടപ്പുകളിൽ കാണുന്ന പ്രത്യേകതരം പ്ലാസ്റ്റിക് ബോഡിയാണിത്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു പുഷ് ബട്ടണാണ്. സാമാന്യം വലിപ്പമുള്ള ഒരു പുഷ് ബട്ടണാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അതൊരു കോമൺ PCBയിലേക്ക് കണക്ട് ചെയ്തിട്ട് അതിൽ നിന്നും 2 വയറുകൾ ഞാൻ സോൾഡർ ചെയ്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് കുറച്ച് നട്ടും ബോൾട്ടുകളും പിന്നെ പേനയുടെ ചെറിയൊരു ട്യൂബും ആവശ്യമുണ്ട്. ഇനി ഈ മോർസ് കോഡ് കീയുടെ ബേസിലേക്ക് ബോൾട്ട് കടത്തി വെച്ചതിന് ശേഷം നട്ട് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്തെടുക്കണം. ഫ്രണ്ട്സ്, ഇനി മോർസ് കോഡ് കീയുടെ ആമിലേക്ക് പേനയുടെ ട്യൂബ് കടത്തി വയ്ക്കാം. അതിനുശേഷം ആ പേനയുടെ ട്യൂബിൻ്റെ ബാക്കി 2 അറ്റത്തേക്കും നേരത്തെ കാണിച്ച 2 ചെറിയ ഒബ്ജക്റ്റുകളും കടത്തി വയ്ക്കാം. ഇനി ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ചുകൊണ്ട് മോർസ് കോഡ് കീയുടെ ഈ ഭാഗത്തെ ബേസിലേക്ക് ഒട്ടിച്ച് ചേർക്കാം. ഫ്രണ്ട്സ്, ഇനി പുഷ് ബട്ടൺ സോൾഡർ ചെയ്ത് വെച്ചിരിക്കുന്ന PCB ബോർഡ് ഇതിലേക്ക് ഗ്ലൂ ഗൺ ഉപയോഗിച്ചുകൊണ്ട് ഒട്ടിച്ച് ചേർക്കാം. മോർസ് കോഡ് കീയുടെ ആമിൻ്റെ അടിഭാഗത്തായിട്ടായിരിക്കണം ഈ പുഷ് ബട്ടൺ വരേണ്ടത്. ട്രയാങ്കുലർ ഷേപ്പിലേക്ക് കട്ട് ചെയ്ത് ഒട്ടിച്ചിരിക്കുന്ന ഈ ഒരു ഒബ്ജക്റ്റിൽ 2 ഹോളുകൾ അഡീഷണലായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിലൂടെ ഈ ബട്ടൻ്റെ വയർ കടത്തി എടുക്കാവുന്നതാണ്. രണ്ട് വയറുകളും കടത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ അറ്റം വയർ സ്ട്രിപ്പർ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ പ്ലാസ്റ്റിക് ഇൻസുലേഷൻ റിമൂവ് ചെയ്യണം. പ്ലാസ്റ്റിക് ഇൻസുലേഷൻ റിമൂവ് ചെയ്തതിന് ശേഷം നേരത്തെ ടൈറ്റ് ചെയ്ത് വെച്ച നട്ടിൻ്റെ ഇടയിലൂടെ ഈ വയർ കടത്തിയെടുക്കാവുന്നതാണ്. മറ്റേ വയറും ഇതുപോലെ തന്നെ കണക്ട് ചെയ്യണം. വയറെല്ലാം കണക്ട് ചെയ്തതിന് ശേഷം ഇതിൽ കണ്ടിന്യൂറ്റി ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു മൾട്ടിമീറ്ററാണ്. മൾട്ടിമീറ്ററിൻ്റെ പ്രോബുകൾ ഈ നട്ടും ബോട്ടിലും ടച്ച് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ആം പ്രസ് ചെയ്യണം. പ്രസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ലോ റെസിസ്റ്റൻസ് LED ഓൺ ആകുന്നുണ്ടെങ്കിൽ ഇത് വർക്കിംഗ് ആണ് എന്നാണ്.
ഇതിൻ്റെ LED നന്നായിട്ട് തന്നെ ബ്ലിങ്ക് ആവുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥം ഇതിൽ നല്ല രീതിയിൽ കണ്ടിന്യൂറ്റി കാണിക്കുന്നു എന്നാണ്. ഇനി മോഴ്സ് കോഡ് കീയുടെ കൈകൊണ്ട് ടച്ച് ചെയ്യുന്ന ഭാഗം നമുക്ക് സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സ്റ്റീൽ അലുമിനിയം അടപ്പുകളിൽ കാണുന്ന ഒരു പ്ലാസ്റ്റിക് ഒബ്ജക്റ്റാണ്. ഇനി ഈ മോഴ്സ് കോഡ് കീ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു കോഡ് പ്രാക്ടീസ് ഓസിലേറ്റർ ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു 9 വോൾട്ടിൻ്റെ ബാറ്ററിയും ഒരു ബസറും എടുത്തിട്ടുണ്ട്. ഇനി ഈ ബാറ്ററിയുടെ പോസിറ്റീവും ഈ ബസറിൻ്റെ പോസിറ്റീവും തമ്മിൽ സോൾഡർ ചെയ്ത് കണക്ട് ചെയ്യണം. അടുത്തതായിട്ട് ബാറ്ററിയുടെ നെഗറ്റീവ് ഈ ടെലിഗ്രാഫ് വീലിലെ ഏതെങ്കിലും ഒരു നട്ടിലേക്ക് ഉറപ്പിക്കണം. അതിനുശേഷം ബസറിൻ്റെ നെഗറ്റീവിൽ നിന്നും ഒരു വയർ എടുത്തിട്ട് ഈ മോഴ്സ് കോഡ് കീയുടെ മറ്റേ ബോൾട്ടിലേക്കും കണക്ട് ചെയ്യാം. മോഴ്സ് കോഡ് കീയുടെ മേക്കിംഗ് പ്രൊസീജിയർ ഇതോടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ടാപ്പ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ ബസർ കേൾക്കുന്നുണ്ട്. ഇന്നത്തെ മോഴ്സ് കോഡ് കീ ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി ഞാൻ ഇനിയും വരുന്നതാണ്. എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ ഇനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ മറ്റൊരു നല്ല കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ജോമോൻ. ദിസ് ഇസ് മിസ്റ്റർ ടെക് ഇലക്ട്രോണിക്സ് സൈനിങ് ഔട്ട്.